ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന ചാപ്റ്റർ. ഇത് ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എക്കണോമിക്സ് ചാപ്റ്റർ ആണ്. അപ്പോൾ എക്കണോമിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സ് റിവിഷൻ ഓൾറെഡി നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ റിവിഷൻ ക്ലാസ് കാണുകയാണെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ സമ്മതിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ PSC ബേസിക്സ് എന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കിട്ടിയില്ല എങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ PSC ബേസിക്സ് എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ ബോർഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു ഇതിൽ 5 മാർക്കിന്റെ എക്കണോമിക്സ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങ് സൂപ്പർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആരാണ്? ആഡം സ്മിത്ത് ആണ്. അടുത്ത ചോദ്യം ഇതാണ്: സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആരാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെതാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം. മികച്ച സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ശരിയായ ഭൂവിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? എന്തെന്നാണ് അഭിപ്രായപ്പെട്ടത്? മികച്ച സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ശരിയായ ഭൂവിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ആരാണ്? എ സാമുവൽസൺ ആണ്. മറക്കാതെ പഠിക്കുക. എ സാമുവൽസൺ ആണ് പറഞ്ഞത് മികച്ച സാമ്പത്തിക ശാസ്ത്രവും ശരിയായ ഭൂവിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നത്. ആരാണ്? എ സാമുവൽസൺ ആണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം ഏത്? ഏതാണ്? ഹിന്ദു സ്വരാജ് ആണ്. ഏതാണ് പുസ്തകത്തിന്റെ പേര്? ഹിന്ദു സ്വരാജ് എന്നാണ്. ചുവടെ നൽകിയിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഓരോന്നും ഏതൊക്കെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടേതാണെന്ന് കണ്ടെത്തി എഴുതുക. ഒന്നാമത്തത് എ. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് പഠനങ്ങളിൽ പ്രാധാന്യം നൽകി. ആരായിരിക്കും? നിങ്ങൾ തന്നെ ഓർമ്മിച്ച് വെക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. അടുത്തത് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. അടുത്തത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നുവെന്ന് പഠനം നടത്തി. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയുമെന്ന് കണ്ടെത്തി. ഇതൊക്കെ ആരായിരിക്കും? ആൻസർ ഒന്നാമത്തത് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയത് ആരാണ്? നോബൽ പ്രൈസ് ജേതാവായ അമർത്യ സെൻ ആണ്. അപ്പൊ അദ്ദേഹം ദാരിദ്ര്യത്തിനും അസമത്വത്തിനും ക്ഷാമത്തിനും ഒക്കെ ഇന്ത്യയിൽ പഠനം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് എക്കണോമിക്സിന് കിട്ടിയത്. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നുവെന്ന് പഠനം നടത്തിയത് രമേശ് ചന്ദ്രദത്ത് ആണ്. ആരാണ്? രമേശ് ചന്ദ്രദത്ത്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയുമെന്ന് കണ്ടെത്തിയത് നമ്മുടെ ചാണക്യനാണ്. അപ്പൊ രമേശ് ചന്ദ്രദത്ത് ഒന്നും കൂടി കോട്ട് ചെയ്ത് പഠിക്കുക, കാരണം മറ്റുള്ള 3 ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നുവെന്ന് പഠനം നടത്തിയ എക്കണോമിക് സ്റ്റാർ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ രമേശ് ചന്ദ്രദത്ത് ആണ്. അടുത്ത ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നവയെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നുമായി ക്രമീകരിച്ചെഴുതുക. ഒന്നാമത്തത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഏതൊക്കെ? കൃഷി, അതുപോലെ തന്നെ ഫാക്ടറി തൊഴില്. ഇനി സേവനങ്ങൾ ഏതൊക്കെയാണ്? ട്രാഫിക് പോലീസിന്റെ സേവനം, ഡോക്ടർ
ഡോക്ടറുടെ സേവനമൊക്കെ സേവനങ്ങളാണ്. അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളും അടങ്ങുന്ന പട്ടിക പൂർത്തിയാക്കുക. സാമ്പത്തിക ശാസ്ത്ര ആശയത്തില് മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം തന്നിട്ടുണ്ട്. ഗാന്ധിജി എന്താണ് സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ എന്ന് എടുക്കണം. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാന നഷ്ടം കുറയും. ദെൻ ദാദാഭായ് നവറോജി. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അമർത്യ സെൻ ആണ്. അടുത്തത് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. അതിന്റെ പേരെന്താണ്? ട്രസ്റ്റിഷിപ്പ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. ദെൻ ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാന നഷ്ടം കുറയുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ചാണക്യനാണ്. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് ഭവനം ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തുന്നു, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയമായ ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാണക്യന്റെ അർത്ഥശാസ്ത്രം വിഭാവനം ചെയ്ത സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഏവ? നോക്കാം നമുക്ക്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം രാജ്യത്ത് നാശത്തിലേക്ക് നയിക്കും. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ രാജ്യത്തിനെ നാശത്തിലേക്ക് നയിക്കും. ശരിയായ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും. ശരിയായ സാമ്പത്തിക നയങ്ങൾ എന്താണ്? രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും നോബൽ സമ്മാനം നേടുകയും ചെയ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അമർത്യ സെൻ ആണ്. ദെൻ ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ കുറിച്ച് തയ്യാറാക്കുക. അഹിംസ, അതിന്റെ കാര്യം പറയാം. പിന്നെ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പെടുന്നത്. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയം പര്യാപ്തതയും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവ ഗാന്ധിജി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ്. ഇതെങ്ങനെ എക്സാമിന് ചോദിക്കാം? താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പെടുന്നത് ഏത് അല്ലെങ്കിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ പെട്ടത് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്ത പ്രകാരം ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം കൊടുത്തു. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇന്ത്യയിൽ തന്നെ വിറ്റു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്ത പ്രകാരം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സാമ്പത്തികത്തിന് ചൂഷണം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ആഡം സ്മിത്ത് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമായ വരുന്ന സാഹചര്യം ഇത് വ്യക്തമാക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമായി വരുന്ന സാഹചര്യം വ്യക്തമാക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അപരിമിതമാണ്, പരിമിതമല്ല. വിഭവങ്ങൾ എന്നാൽ എന്താണ്? പരിമിതമാണ്. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ എന്തില്ല? നമുക്ക് നിലവിലില്ല. ഉൽപാദനത്തിൽ നിന്നുള്ള വിതരണം, ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഉൽപാദന ഘടകങ്ങൾക്ക് ഉൽപാദന പ്രക്രിയയിലെ അവയുടെ പങ്കിനെ അനുസരിച്ചിട്ടാണ് പ്രതിഫലം വിതരണം ചെയ്യുന്നത്. ഉൽപാദന പ്രക്രിയയിലെ പങ്കാളിത്തത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് ചെലവഴിക്കപ്പെടുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദന, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? സാമ്പത്തിക ശാസ്ത്രമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദന, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവ ഓരോന്നും ഏത് ഉൽപാദന ഘടകത്തിനാണെന്ന് എഴുതുക.
നോക്കാം. വേതനം, വാടക, പലിശ, ലാഭമൊക്കെ ഉണ്ട്. തൊഴിലിന് എന്ത് ചെയ്യും? വേതനം കിട്ടും. ഭൂമിക്കാണെങ്കിലോ വാടക കിട്ടും. മൂലധനം പലിശയാണ് കിട്ടുന്നത്. സംഘാടനമാണെങ്കിലോ ലാഭം കിട്ടും. സംഘാടനത്തിന് ലാഭം കിട്ടും. ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? താഴെ തന്നിട്ടുള്ളതിൽ ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ 4 ഘടകങ്ങൾ ഏതൊക്കെ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമിക്ക് വാടക, തൊഴിലിന് വേതനം, മൂലധനം പലിശ, സംഘാടനം ലാഭം. ഇങ്ങനെ 4 ഘടകങ്ങളാണ് ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളേവ? ഏതെങ്കിലും വിശദീകരിക്കുക. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം? എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഇതൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്ര അടിസ്ഥാന പ്രശ്നങ്ങൾ. വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വേണം നമ്മൾ ഉൽപ്പാദിപ്പിക്കാനുള്ളത്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് ഉൽപാദന രീതിയെ സൂചിപ്പിക്കുന്നു. സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ ഇല്ലാത്തതിനാൽ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നും എങ്ങനെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു എന്നും ഏതാണ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ആവശ്യമെന്നും അറിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ നടത്തുന്ന ഈ ഒരു ഉൽപാദനം, ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഉൽപാദനമാണല്ലേ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവണമെന്ന് ഞാൻ ചിന്തിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്തത്, ഉൽപാദന പ്രക്രിയയിൽ ഏത് ഉൽപാദന ഘട്ടത്തിനാണ് കാൾ മാർക്സ് പ്രാധാന്യം നൽകിയത്? ഏതിനാണ്? തൊഴിലാളികൾക്കാണ് നമ്മുടെ കാൾ മാർക്സ് പ്രാധാന്യം നൽകിയത്. അടുത്തത്, കാൾ മാർക്സിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളെ കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം കൊടുത്ത ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില എന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾ അധ്വാനിച്ചാൽ മാത്രമേ അവിടെ പ്രതിഫലമായിട്ട് ആ ഉൽപ്പന്നത്തിന്റെ വില കിട്ടത്തുള്ളൂ. ഉൽപ്പന്നത്തിന്റെ വിലയിൽ സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുന്നു. ഇതിനെ മിച്ചമൂല്യം എന്ന് മാർക്സ് വിശേഷിപ്പിച്ചു. അപ്പൊ മിച്ചമൂല്യ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? കാൾ മാർക്സ് ആണ്. അദ്ദേഹം പറയുന്നത് തൊഴിലാളികളാണ് അധ്വാനം ചെയ്യുന്നത്, എന്നാൽ ആ ഉൽപ്പന്നത്തിന്റെ വിലയിൽ കൂടുതൽ ഭാഗവും ആരാണ് ലാഭമാക്കി മാറ്റുന്നത്? മുതലാളിയാണ് ലാഭമാക്കുന്നത്. ഇതിനെ മിച്ചമൂല്യം എന്നാണ് മാർക്സ് വിശേഷിപ്പിച്ചത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം കൊണ്ടുവരണമെന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് മൂലധനം എന്ന കൃതി. അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ്, മൂലധനം എന്ന കൃതി രചിച്ചത് ആര്? കാൾ മാർക്സ് ആണ്. മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. എന്താണ്? ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി, ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ടുവന്നു, സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നു, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകി, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നു, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ കൊണ്ടുവന്നു. ഇതൊക്കെ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയമായ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൽ നിന്നും ഉടലെടുത്തതാണ്. നൽകിയിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് നൽകിയ സംഭാവനകൾ വിശദമാക്കുക. ചാണക്യൻ, നമ്മൾ പറഞ്ഞു, അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയുമെന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൊണ്ടുവന്നത് ചാണക്യനാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? അർത്ഥശാസ്ത്രമാണ്. അടുത്തത്, ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ കണ്ടെത്തി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളമാണെന്നും അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളത്തിൽ കൂടിയ വിലയ്ക്ക് വിറ്റഴിച്ചു എന്നിവയൊക്കെയാണെന്ന് ദാദാഭായ് നവറോജി കണ്ടെത്തി. അടുത്തത്, ഗാന്ധിജി. ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ്
നൂറ്റാണ്ടിൽ തന്നെയാണ് സാമ്പത്തിക ആശയങ്ങളുടെ തുടക്കം. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇത്രയും കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റ്സുകൾ വിവിധങ്ങളായ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു റിവിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.